ഇന്ന് നമുക്ക് നല്ല എഗ്ഗ് ഓണിയൻ പക്കോട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്. അത് ചെറുങ്ങനെ നീളത്തിന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുങ്ങനെ അരിഞ്ഞ് വെക്കുക. കുറച്ച് കറിവേപ്പില കുനുകുനെ അരിഞ്ഞ് വെക്കുക കേട്ടോ. ഞാനൊരു 3 എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടി. അതിൻ്റെ മേലെ കുറച്ച് ഉപ്പും കുരുമുളകും ആണ് കേട്ടോ ഞാൻ ഇതുപോലെ മസാലയായിട്ട് ചെറുതായിട്ട് പരത്തി വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ സവോളയും പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് കുറച്ച് കടലമാവ് ഇടുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക കേട്ടോ. പാകത്തിന് വെള്ളം കൂടാതെ നോക്കണം കേട്ടോ. വെള്ളം പാകത്തിന് നോക്കി മിക്സ് ചെയ്ത് അതിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് പൊതിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ മസാലയിൽ ഇതുപോലെ ഉരുളകളാക്കി നല്ലവണ്ണം മൊരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് മെല്ലെ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ അത് ഉള്ളിൽ വെന്ത് കിട്ടില്ല. ചെറിയ തീയിൽ വെച്ച് നല്ലവണ്ണം മൊരിച്ചെടുത്താൽ നമ്മുടെ ഓണിയൻ എഗ്ഗ് പക്കോട റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉള്ളിലൊക്കെ നല്ല പോലെ വെന്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.